Magic morning all. Magic morning. Magic morning. Okay. Mani sir, ഇന്ന് എന്ത് പറ്റി? വീഡിയോ ഒന്നും ഓൺ അല്ലല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാ ദിവസവും ഓണായി കാണുന്നവരെ നമ്മൾ കാണാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് മനി സാറെ പെട്ടെന്ന് മനസ്സിലായിട്ടുള്ളത്. സോ താങ്ക് യു. അപ്പം ഇന്ന് നിങ്ങൾ എല്ലാവരും നല്ലൊരു സ്റ്റോറി അല്ലെ, ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം ആരാണെന്നുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇതിലുള്ള മെമ്പേഴ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. കാരണം അപ്പോഴിപ്പോഴായിട്ട് മാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും കൂടുതലായിട്ടൊന്നും ആർക്കും അറിയില്ല. അപ്പം ഇന്ന് നല്ലൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്ക് കേൾക്കാം. സോ ഇന്ന് നമുക്ക് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ബി മാജിക് മെമ്പറും കൂടെ ആയിട്ടുള്ള അഖില മാമിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അഖില മാം, പ്ലീസ് വെൽക്കം. Thank you. Magic morning. എൻ്റെ പേര് അഖില. ഞാൻ SBI ലൈഫില് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. പിന്നെ IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ട്രെയിനിങ് സെന്ററിൽ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ADS ചെയർപേഴ്സൺ ആണ് ഞങ്ങളുടെ വാർഡിൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു പരുവത്തിന് എന്നെ കൊണ്ട് പറ്റുന്ന പരുവത്തിന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വീട്ടില് അച്ഛൻ, അമ്മ, 2 മക്കള്, പിന്നെ ഹസ്ബൻഡ് ഇപ്പം മരിച്ചിട്ട് 1 വർഷമാവുന്നു. പിന്നെ ഞാനും ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയത്തിയും കുട്ടികളും വന്നിട്ട് പോവുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇന്ന് ഇവിടെ ഉണ്ട്. ഇതാണ് ഫാമിലി എന്ന് പറയുന്നത്. മോള് ഡിഗ്രി സെക്കൻഡ് ഇയർ, മോന് 8ാം ക്ലാസ്സിൽ പഠിക്കണം. അച്ഛൻ പെൻഷനറാണ്. പോസ്റ്റ് ഓഫീസിൽ മെയിൽ ഓവർസിയർ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. അപ്പം കുറെ കാലം പോസ്റ്റ്മാൻ ആയിരുന്നു. കൂടുതൽ സമയം ലാസ്റ്റ് ഒരു 5 വർഷം മാത്രമേ മെയിൽ ഓവർസിയർ ആയിരുന്നുള്ളൂ. അപ്പം ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്ക് കുറെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ. എന്താണ് സംഭവം എന്ന് അറിയില്ല. കുട്ടിക്കാലത്തുള്ള കുറെ ഓർമ്മകൾ എനിക്ക് മറന്നു പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാവിയിൽ ഉള്ള ജീവിതത്തിലുള്ള ആ ടെൻഷൻ കാരണമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കുറെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല. വീട്ടിലുള്ള ആൾക്കാർക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഉള്ളത് കുഞ്ഞുനാളില് സാധാരണ ഒരു സാധാരണ ഒരു ഫാമിലി. അച്ഛന് ജോലി സ്ഥിരമാവുന്നത് എനിക്ക് 8 വയസ്സ് എന്തോ ഉള്ളപ്പോഴാണ്. അപ്പൊ അത് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. എന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാം മിക്കതും കടം വാങ്ങിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അറിവുള്ള ഒരു സമയം തൊട്ടേ കടം എന്നുള്ള സംഭവം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഈ കടം മാറ്റിത്തരണേ എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഒരു വർഷം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പറഞ്ഞതാണ് ഇപ്പോഴും, ആ കടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലും എന്റെ കയ്യിൽ ബാക്കി നിൽക്കുന്നത് കടമാണെന്നുള്ളത്. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ആ പറഞ്ഞ സംഭവം ഇങ്ങനെ വന്നതായിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ നിലനിൽക്കുന്നത്. പിന്നെ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കുറെ ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ചിന്തയിലും എന്റെ മനസ്സിൽ വന്നിട്ടുള്ളത് മദ്യപിക്കാത്ത ഒരാളായിരിക്കണം, വെള്ളം അടിക്കാത്ത ആളായിരിക്കണം. അപ്പൊ ഡെയിലി നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ, കടം ഒഴിവാക്കണം, വെള്ളം അടിക്കാത്ത ആളായിരിക്കണം ജീവിതത്തിൽ പറഞ്ഞത്. പക്ഷെ ഇത് രണ്ടും ഇന്നല്ല, അതാണ് വന്ന് ഭവിച്ചത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ വരും എന്ന് പറയില്ല, അങ്ങനെ വന്നതാണ്. പിന്നെ ഞാന് പഠിക്കാൻ അത്യാവശ്യം പഠിക്കായിരുന്നു. ഒരു ക്ലാസ്സിലൊരു 3 റാങ്കിനകത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, നല്ലോണം പഠിക്കായിരുന്നു. അപ്പൊ എനിക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണം. അന്ന് ആഗ്രഹിച്ചു വന്നു. എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടറോട്ട് അങ്ങനെ ഏത് മെഡിക്കൽ ഫീൽഡ് എന്തായാലും എനിക്ക് താല്പര്യമായിരുന്നു. പക്ഷെ ഞാനതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് പഠിത്തമൊക്കെ നന്നായി പോയി. 10ാം ക്ലാസ് പ്ലസ് 2 എല്ലാം ഞാൻ ഇവിടെ അടുത്ത ഗേൾസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, നെടുമങ്ങാട്.
5 മുതൽ +2 വരെ അവിടെയാണ് പഠിച്ചത്. ഈ പഠനം കഴിഞ്ഞ് അപ്പോൾ അടുത്ത് നഴ്സിങ്ങിന് പോകാൻ ഡോക്ടർ പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നഴ്സിങ്ങിലോട്ട് മാറ്റി. പക്ഷെ അമ്മയ്ക്ക് നഴ്സിംഗ് താല്പര്യമില്ല. അപ്പോ അതിനുള്ള ഒരു കുറച്ച് ഇതുണ്ടല്ലോ മെയ്യില് മാർച്ച് എക്സാം കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിലാണല്ലോ ഇത് വരുന്നത്, എന്തോന്ന് അഡ്മിഷൻ ആവുന്നത്. അപ്പൊ അഡ്മിഷനുള്ള ഇന്റർവ്യൂ കാർഡ് എല്ലാം വന്നിരിക്കുന്നു. കോളേജിലുള്ളത് വന്നിട്ടുണ്ട്, നഴ്സിംഗിന്റെ വന്നിട്ട്. അങ്ങനെ വന്ന സമയത്തായിരുന്നു ഈ കല്യാണാലോചന വന്ന. അച്ഛന്റെ മൂത്ത സഹോദരിയുടെ മകനാണ് ആലോചന വന്നത്. അത് അവർക്ക് ചേട്ടന് കല്യാണപ്രായം ആയി, എന്നിട്ടൊന്നും ശരിയാവാതെ ഒന്ന് ലാസ്റ്റ് വന്നെത്തിയതാണ് എന്നിലോട്ട്. അപ്പം പുള്ളിയുടെ ഈ മദ്യപാന സ്വഭാവം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് വന്നിട്ട് പറഞ്ഞു അവരുടെ വീടിനടുത്താണ് ടെക്നോ പാർക്ക്, ഒരു 5 മിനിറ്റ് ദൂരം നടന്നാൽ മതി. പക്ഷെ ഇതുവരെ ഞാൻ ഈ ടെക്നോ പാർക്ക് കണ്ടിട്ടില്ല. ഞാനൊരു 10 കൊല്ലത്തിൽ കൂടുതൽ കഴക്കൂട്ടത്ത് താമസിച്ച ആളാണ്. എന്നിട്ട് വീടിന്റെ സാഹചര്യം കൊണ്ടാണ് നമ്മളങ്ങനെ അവിടെ കൊണ്ടുപോയി ഇതാണ് പാർക്ക്, അവിടെ പോയി അതെന്തോ ആണെന്ന് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ജോലി പഠിപ്പിച്ച്, ഞങ്ങൾ തന്നെ കൊണ്ടുപോയി പഠിപ്പിച്ച് ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഒന്നും നടന്നില്ല. പറഞ്ഞത് പക്ഷെ കല്യാണം നടന്നു. പിന്നെ അതിന്റെ ബാക്കിയായിട്ട് പഠിത്തം മാത്രം നടന്നില്ല. കാരണം എന്റെ ആഗ്രഹങ്ങൾ അത്ര ശക്തമായിരുന്നില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് എന്റേതായ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യും. എന്ന് വെച്ചാൽ തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ നമ്മൾ ഈ 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ ആത്മഹത്യകളുടെ ഇത് പേപ്പറിൽ വരുമല്ലോ. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ അപ്പൊ എടുത്തൊരു തീരുമാനിച്ചാണ്, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും വിഷമം വന്നാലും ആത്മഹത്യയെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല എന്നുള്ളത്. പിന്നെ എന്ത് സംഭവിച്ചാലും ഡിവോഴ്സ് ചെയ്യത്തില്ല എന്നുള്ളത്. ആവശ്യമില്ലാത്ത കുറെ തീരുമാനം ചിലതൊക്കെ പക്ഷെ അത് അങ്ങനെയുള്ള തീരുമാനങ്ങളായിരുന്നുകൊണ്ട് കാര്യങ്ങള് പലതും വിഷമിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ ഈ ആത്മഹത്യ എന്നുള്ളത് ആ ഒരു തീരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നോ മണ്ണറിഞ്ഞു പോവേണ്ടതായിരുന്നു. പിന്നെ ഉള്ളത് എനിക്കത് സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു ഓർഡറിൽ പറയണം എന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ വരുന്നത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇന്നലെ ആലോചിക്കും എങ്ങനെ പറയണം എന്ന് ആലോചിച്ചിട്ട് വലിയ പിടുത്തം കിട്ടുന്നില്ല. നമ്മളൊരു 38 വർഷത്തെ ഒരു കാര്യം ഒരു 10-20 മിനിറ്റിൽ എങ്ങനെ പറയാനാ? അപ്പൊ അങ്ങനെ കല്യാണത്തിന്റെ ഇത് വന്നു. അവിടം വെച്ചാണ് മൊത്തത്തിൽ മാറുന്നത്. ഞാൻ ജീവിച്ച ഒരു സാഹചര്യമേ അല്ലായിരുന്നു. ഞാൻ ഭയങ്കര സമാധാനമായിട്ട് വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ഒരാളായിരുന്നു. അവിടെ ചെന്നപ്പം എപ്പോഴും ബഹളവും അടി വഴക്ക്, ഒന്നും കാര്യം ഉണ്ടായിട്ടല്ല, എല്ലാം ഈ മദ്യപാനത്തിന്റെ ഫലമായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ. ചേട്ടന് ഇഷ്ടമാണ്, പക്ഷെ ആ മദ്യം കഴിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനോടും ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അത് ആ മദ്യത്തിന്റെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആള് ഭയങ്കര നോർമലായിരിക്കും. ഇപ്പൊ ഒരു 100% വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 2% മാത്രം ഭയങ്കര സമാധാനം സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു എന്റെ. ബാക്കി 98% ഒരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ 2% കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 20 കൊല്ലം പിടിച്ചെന്ന് ജീവിച്ചത്. പക്ഷെ ഈ 2% ഞാൻ ജീവിക്കുന്ന ജീവിതം വെച്ചാൽ ഭയങ്കര സുന്ദരമായിരുന്നു. എന്നെ വഴക്ക് പറയില്ല, എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോഴും ഞാനൊരു രാജകുമാരിയെ പോലെയാണ്. ആ 2% ഒരു മാസത്തിൽ ചിലപ്പോ ഒരു 10 ദിവസം അങ്ങനെ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. ആ 2% എന്നെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സ്വപ്നം കൊണ്ട് മാത്രം, ആ ഒരു പ്രതീക്ഷയിലാണ് എന്റെ 20 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം നടന്നു പോയിട്ടുള്ളത്. എനിക്ക് ഒരുപാടുണ്ട് അത് പറഞ്ഞ്. ഇനിയിപ്പം മരിച്ചുപോയ ഒരാൾ ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളൊന്നും പറയാനില്ല, അത് പറഞ്ഞ് തീരത്തില്ല. ഒത്തിരി ഉണ്ട്. അതിൽ കൂടുതൽ വേദനകളാണ്. പക്ഷെ പുള്ളി കഴിക്കാത്തൊരു സമയം ഭയങ്കര നല്ലതാണ്. ആർക്കും ഒന്നും പറയാനില്ല. സാധാരണ ഞാൻ ചുറ്റുവട്ടം നോക്കുമ്പോൾ എന്റെ അച്ഛനും ഉൾപ്പെടെ ഒരു ഭർത്താവ് ഭാര്യയോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട് എല്ലാം. ഇത് പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നോർമലായിട്ടിരിക്കുമ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയ്ക്കും വയലന്റായി ഇത്രയും ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ഞാൻ വേറെ ആരും എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലതും ചീത്തയും ഞാൻ എന്റെ വീടിനകത്ത് തന്നെ അറിഞ്ഞിട്ടുള്ളവരാണ്. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചത് കൊണ്ടായിരിക്കും ഞാൻ ഇപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു ജീവിതം കൊണ്ടാണ് ഞാൻ ഇത്രയും പവർഫുൾ ആയിട്ട് മാറിയത്. എനിക്ക് നല്ലോണം തീരുമാനിക്കാൻ കഴിയും. പല കാര്യങ്ങളും നടപ്പ് ഞാൻ
മുന്നേ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നടപ്പിലാക്കിയിരുന്നു. പക്ഷെ അത് എന്റെ ആവശ്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ അല്ല, ഇപ്പം ഞാൻ ബി മാജിക്കില് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു ഗോള് വേണം എന്നുള്ള അങ്ങനെ ഒരു സംഭവം കൂടി എനിക്ക് മനസ്സിലാവണം. അപ്പൊ ഗോള് ഇപ്പം ഗോളുണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്ന ഏത് കാര്യമാണെങ്കിലും അത് പരമാവധി അതിന്റെ ഒരു പീക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ചേട്ടന്റെ പേരിൽ തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി. ഞാൻ അതിന്റെ പേരിലുള്ള ബാക്കിയായിട്ട് ലൈബ്രറി, പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ആയിട്ടുള്ള ഇപ്പം തൊഴിലുകൾ, അല്ലെങ്കിൽ അബാക്കസ് പോലെയുള്ള പഠന സംവിധാനങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കണം എന്ന് എനിക്കുണ്ട്. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഈ കഠിനമായ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ഇപ്പൊ എന്ത് വന്നാലും ഞാൻ കുലുങ്ങില്ല. എന്ത് സംഭവിച്ചാലും അതെങ്ങനെ നേരിടാൻ പറ്റും, അതിനുള്ള വഴി ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്ന എനിക്കെന്റെ വിശ്വാസമാണ്. പൊതുവെ പുറമേ അതങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെയാണ്. നമ്മളെ ഉള്ളിൽ അറിയാം അതെങ്ങനെയെങ്കിലും നമുക്ക് തീർക്കാൻ കഴിയും. പിന്നെ പിന്നെ ഇങ്ങനൊരു ഈ ചാരിറ്റി ചെയ്യണം എന്നുള്ളൊരു സംഭവം മനസ്സിൽ കയറിയത് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം നമ്മൾ പഠിക്കലും മദർ തെരേസയുടെ കഥകളും കാര്യങ്ങളും. അപ്പൊ അവരുടെ അത് വായിച്ചപ്പോൾ തോന്നിയതാണ് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നത്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ചെറിയ തുകകളൊക്കെ കൊടുത്ത് സഹായിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം എന്തോ കഴിഞ്ഞപ്പോൾ തന്നെ ഈ മദ്യപാനത്തിന്റെ ഒരു രൂക്ഷത കൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. തിരുവനന്തപുരം ജില്ലയിൽ ഡി അഡിക്ഷൻ സെന്റർ ഇനി ഇല്ല, ഞാൻ പോകാത്ത എല്ലാ സെന്ററിലും പോയിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ജീവിതങ്ങളാണ് ഈ വേറെ രീതിയിൽ എന്റെ മനസ്സിനെ മാറ്റി. ഇപ്പം ആലോചിക്കുമ്പോഴത്തേക്ക് ഇപ്പം മദ്യപാനം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിലുള്ളവരായാലും ഈ കഴിക്കുന്ന ആൾക്കാർ അവരതിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ എന്താണ് അതിന് വേണ്ടതെന്നുള്ളത് ആലോചിച്ച് പഠിച്ചിട്ട് അതിനുള്ള നടപടികൾ നോക്കണം എന്നുണ്ട്. ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കഴിയുമ്പോൾ ഉള്ള നമ്മുടെ കൂടെ വരുന്ന ആളിന്റെ, ആ മദ്യപിക്കുന്ന ആളിന്റെ ഒരവസ്ഥ ചിലപ്പോഴും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റൂല. അവര് വീണ്ടും കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല. ഇതെല്ലാം കണ്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ആരും പോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ ഒരു ലെവലിലോട്ടുള്ള അങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു വരുവാണെങ്കിൽ ഇപ്പോഴൊന്നും തീരത്തില്ല ക്ലാസ്. എന്റെ അനുഭവങ്ങൾ എന്നെ നല്ലോണം പഠിപ്പിച്ചു. എന്നാലും ചിലര് ആവശ്യമില്ലാതെ നമ്മളെ ചൂഷണം ചെയ്യുന്ന അത് പെട്ടെന്ന് അറിയുന്ന മനസ്സായതുകൊണ്ട് എന്നെ പലരും പറ്റിക്കാറുണ്ട്. അതിൽ മാത്രം ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല. ഇനി അതും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. ബാക്കിയെല്ലാം ഒരുവിധം ഞാനൊരു ജീവിതത്തിന്റെ ഒരു ലെവൽ എങ്ങനെ ഒരു നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോവാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് സാറിന്റെ ക്ലാസ്സും ബി മാജിക്കിലുള്ള ക്ലാസ്സുകളും. താങ്ക് യു. കഴിഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ കഥയായിട്ട് പറഞ്ഞ എപ്പോഴൊന്നും തീരത്തില്ല. ഓക്കെ ഓക്കെ മാം, നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അല്ലെ, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അഖില മാം സ്റ്റോറി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. സോ ടീം, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെയല്ല, ഞാന് ഇപ്പൊ പറയുവാണെങ്കിൽ എന്റെ മനസ്സിലുണ്ടായാലും എന്റെ ജീവിതത്തിലുണ്ടായ വിഷമങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. ആ വിഷമം വീണ്ടും പറഞ്ഞ അത് ഭയങ്കര ഒരു കഷ്ടമായി പോകും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഒരു ഇതായി പോകും. പിന്നെ ഒരു സിമ്പതിയുടെ ഒരു ഇതിലോട്ട് മാറും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ മാം. ഓക്കെ, അപ്പം ഇതിൽ പുതിയ മെമ്പേഴ്സും ഉണ്ട്, ഒരുപാട് പേരുണ്ട്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക. പുതിയ മെമ്പേഴ്സ് ആരുമില്ലേ? ഞാൻ പേര് വിളിക്കണോ? Hi, good morning all. Magic morning. Magic morning, Salim sir. Yeah, okay. Yeah. കേൾക്കാമോ? പറഞ്ഞോ. ഓക്കെ, എൻ്റെ പേര് സലീം എന്നാണ്. പേര് പരിചയപ്പെടുത്താം. വീടുള്ളത് മലപ്പുറം ജില്ലയിലെ തൃപ്പനഞ്ചി അടുത്താണ്. ഓക്കെ, ഞാനിപ്പോ മാജിക് മോർണിംഗ് ശരിക്കും ഞാൻ ഇങ്ങനെ കോൺസെപ്റ്റ് വെച്ചാൽ അറിയുന്ന വെച്ചാൽ ഞാനൊരു പുസ്തകം വായിക്കുന്നു, 5 AM ക്ലബ്ബ് എന്നുള്ള. ആ ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഒരു മോർണിംഗ് മിറാക്കിളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നു. അങ്ങനെ പല സ്റ്റഡീസിനിടയിലാണ് ഇങ്ങനെ സൈഫ് സാറ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു. കഴിഞ്ഞ കൊല്ലം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ സംഭവം മോർണിംഗ് എണീക്കാൻ പറ്റാറില്ലായിരുന്നു. ഏർലി മോർണിംഗ് ഡിപ്പെൻഡ് ഓൺ നമ്മൾ ഉറക്കം എത്രമാത്രം ലേറ്റ് ആവുന്ന അതനുസരിച്ച് നമ്മൾ എണീക്ക് ലേറ്റ് ആവുമല്ലോ. അത് നമ്മുടെ പല വർക്കുകൾ കൊണ്ടും ഡിലേ വരുന്നതായിരുന്നു. സോ ഇക്കൊല്ലം മുതൽ ഞാനത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നു. കഴിഞ്ഞ മന്ത് മുതലേ ഡിസംബർ മുതൽ അതിനെ പ്ലാൻ ചെയ്തു. വർക്കുകളെല്ലാം ഒരു 10 മണിക്ക് മുമ്പാറ്റെല്ലാം ഉറങ്ങുന്ന പോലത്തെ, നേരത്തെ തന്നെ കിടക്കുന്ന പോലത്തെ ഒരു പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പൊ എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം ഞാൻ ഫീഡാണ് ഞാൻ വാട്സപ്പിൽ അയച്ചത്. എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. മോർണിംഗ് എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. സോ ഐ വിൽ ബി വിത്ത് യു ടീം എനി ടൈം. ഓക്കെ, താങ്ക് യു സലീം സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഇത് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നൗഫൽ സർ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. മോർണിംഗ് സർ. ഞാൻ ഇതിന് മുമ്പുണ്ടായിരുന്നു. എൻ്റെ പേര് നൗഫല്, സ്വദേശം മുക്കത്താണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, പറഞ്ഞോളൂ. ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോ തുടക്കകാലത്ത് ഇതിൽ വളരെ സജീവമായിരുന്നു. സർക്കാരൊക്കെ തുടക്കം മുതലേ ഉള്ള സമയത്ത് തന്നെ വളരെ സജീവമായിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പോ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ സമയം കിട്ടാത്ത ലേറ്റ് വരലും എണീക്കാൻ വരുന്നതൊക്കെ ആയിട്ട് ഡെയിലി റൊട്ടീൻ ഫുള്ള് ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ അതിരാവിലെ എണീക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, രാവിലെ നടക്കാൻ പോകാറുണ്ടായിരുന്നു, റീഡിങ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ തെറ്റിപ്പോയി. ഈ ഒരു 2 വർഷക്കാലത്തോളം ഈ ഭീമാജിക്കിൽ നിന്ന് വിട്ടു എന്ന് തന്നെ പ്രധാന കാരണം തോന്നുന്നുണ്ട്. അപ്പോ നേരത്തെ സാറ് പറഞ്ഞ പോലെ അതിൽ ഒരു ഹാബിറ്റ് മാത്രം ഉണ്ടായിരുന്നു. കാരണം യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ബുക്ക് വായിക്കുമായിരുന്നു. അപ്പൊ ഒരുപാട് ബുക്ക് വായിച്ചതിൽ ഈ 5 AM ക്ലബ്ബ്, അതേപോലെ മിറാക്കിൾ മോർണിംഗ്, അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ബുക്ക് വായിച്ചിരുന്നു, അതിലൊക്കെ പറയുന്നത് ഈ ഡെയിലി റൊട്ടീനെ കുറിച്ചിട്ടാണ്. ഈ തിരക്കുകളിൽ നിന്നും നമ്മൾ പിന്നെ മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനുകളെ കുറിച്ചിട്ടും അതൊക്കെ. അപ്പൊ അതൊക്കെ ഈ ഒരു സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഓടുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് ഗ്യാപ്പ് വന്നുപോയി. ശ്രദ്ധിക്കാൻ വീണ്ടും ഈ ഒരു കമ്മ്യൂണിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുന്നുള്ളത് തോന്നല് തോന്നി തുടങ്ങിയപ്പോൾ വീണ്ടും ജോയിൻ ചെയ്തതാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ,
ആഫിയ മാം. മാജിക് മോർണിംഗ്. ഞാൻ അഫ്യ, മലപ്പുറം ജില്ല തന്നെയാണ്. ഞാനിതിപ്പോ നൗഫൽ സാർ പറഞ്ഞ പോലെ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ബിമാജിക്കിലെ. പിന്നെ അങ്ങനെ ബിമാജിക്കില് സെലിന മാമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും. പിന്നെ സാറിന്റെ പോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിലുള്ളതുകൊണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഇന്നലെ മെസ്സേജ് കണ്ടപ്പോ ജോയിൻ ചെയ്തതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് നിർത്തിപ്പോയിട്ട് പിന്നെ ഞാൻ അക്യുപഞ്ചർ കോഴ്സ് ഒക്കെ പഠിച്ചപ്പോ അക്യുപഞ്ചറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു തിരക്കിലായി പോയതായിരുന്നു. ഹലോ ഓക്കെ ഹലോ മാം. മാം. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ പുതിയതായിട്ട്? ഇല്ലല്ലോ. പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണേ. ഇല്ലെന്ന് തോന്നുന്നു. സോ നിങ്ങൾ ഇതിലുള്ള പുതിയ വന്നവരാണെങ്കിലും എല്ലാവരും നിങ്ങൾ മാക്സിമം നമ്മൾ ബിമാജിക് ഫ്രീ ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം അഖില മാമിന്റെ സ്റ്റോറി എല്ലാവരും കേട്ടു. പുതിയ മെമ്പേഴ്സിന് ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഒരു സെഷൻ മൈസൂർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ ട്രൈ ചെയ്യുക. അപ്പം എന്താണ് ഇന്നത്തെ സ്റ്റോറി കേട്ടിട്ട് ഇതിലുള്ള മെമ്പേഴ്സിന് പറയാനുള്ളത്? മാജിക് മോർണിംഗ്. എന്താ എല്ലാരും ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിരിക്കുന്നുണ്ട്? ജോലി കൊണ്ടാണോ? രാവിലെ തന്നെ ബിസിയായ എല്ലാരും? കുറെ ആളുകളുടെ ഫീഡ്ബാക്ക് കേട്ടു. ഞാൻ ആദ്യം ബിമാജിക്കിൽ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് കൾച്ചറൊക്കെ പാലിച്ചപ്പോൾ ഒന്നുകൊണ്ട് ഉഷാറായി, ഒരു ബെറ്ററായി. അതുകൊണ്ട് ഞാൻ നിർത്തിവെച്ച് പോയി. ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ പാലം കടക്കോളം നാരായണ, അങ്ങനെ ഒരു ചൊല്ലില്ലേ? ഇല്ല സലീം സാറേ? പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ പിന്നെ പോടാ. അപ്പൊ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞപ്പോ ബിമാജിക്കിനോട് ഒഴിവാക്കിയിട്ട് അവര് ഉഷാറായതായിരുന്നു. എന്തായാലും ഇപ്പൊ വീണ്ടും വന്നതിൽ സന്തോഷമുണ്ട്. അഖില മാം നന്നായിട്ടുണ്ട് പ്രസന്റേഷൻ കേട്ടോ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആളൊന്നല്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒന്നുമില്ല, പക്ഷെ പ്രസന്റേഷൻ ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി പറയാനൊരു ചെറിയ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കണം. നമുക്ക് ബിമാജിക്കൽ അല്ലെങ്കിൽ മറ്റൊരു വേദി ഒരുക്കിയിട്ടെങ്കിലും പറയാനുള്ള പ്രസന്റ് ചെയ്യണം. അത് കാരണം ഒഴുകി പോകാനുള്ളത് ഒഴുകി പോകുകയും വേണം. അതാണ് ഇനി കെട്ടി എനിക്ക് നിർത്താൻ പറയാതെ പാടില്ല. പറഞ്ഞാൽ തീരത്തില്ല. ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും. എനിക്ക് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. നോ പ്രോബ്ലം, നോ സമയം പ്രോബ്ലം. പോവും. പേടിക്കണ്ട, ഞാൻ പേടിക്കണ്ട, കുറച്ചുകൂടി പേടിക്കണ്ട. തയ്യാറെടുത്തിട്ട് ഒരു ദിവസം പറയാം. പറയാം, നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ പ്രശ്നമില്ല. പൊതുവെ അങ്ങനെ പുറത്ത് അങ്ങനെ സംസാരിച്ച് എനിക്ക് പതിവില്ല. ബി മാജിക്കിലാണ് ഞാൻ ഇച്ചിരിയെങ്കിലും സംസാരിക്കണം. അല്ലാതെ മതി, പുറത്ത് അങ്ങനെ പതുക്കെ മതി. സംസാരിച്ച എല്ലാറ്റിനും ശീലമില്ലാത്തോണ്ട്. നമ്മൾ ബിമാജിക്ക് അവസരം ഒരുക്കുന്നുണ്ട്. സംസാരിക്കാനും പ്രസന്റേഷൻ ചെയ്യാനും എല്ലാറ്റിനും അവസരമുണ്ട് ബിമാജിക്കില്. ബിമാജിക്കിലേക്ക് എത്ര കണ്ട് മുന്നോട്ട് വരുന്നു അത്ര കണ്ട് നമ്മൾ വേണം ഉയരുന്നത്. ബിമാജിക്കിനൊന്നുമില്ല, നമുക്കാണ് ഉയരാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് വരിക, സംസാരിക്കാനും പ്രസന്റേഷൻ ചെയ്യാനും PPT തയ്യാറാക്കാനും. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ബിമാജിക്കിലുണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ട് ഉയരണം, എൻ്റെ വഴിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് വിധേനയും ഇതിൽ രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. അതിനുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ മണിസാറൊക്കെ ഇരിക്കണില്ല, എത്ര വർഷമായാലോ മണിസാറ്, ബഷീർ സാറ്. അപ്പൊ അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പേടിയും പേടിക്കട്ടെ, ധൈര്യമായിട്ട് മുന്നോട്ട് വരും. പ്രസന്റേഷൻ ചെയ്യണം, ഇനിയും ചെയ്യണം. PPT തയ്യാറാക്കിയിട്ട് നല്ല നല്ല ട്രെയിനറെ പോലെ തന്നെ പ്രസന്റ് ചെയ്യണം. ഓക്കെ, നന്നായിട്ടുണ്ട് അഖില മാം. താങ്ക് യു, നന്നായിട്ടുണ്ട്. ശരി. താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ബഷീർ സർ. മാജിക് മോർണിംഗ്. അഖിലാമാം പറയാതെ പറയുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അഖിലാമാം പറയാത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ഇത് ഉണ്ട്. അതെന്താന്ന് എല്ലാവർക്കും ഇതില് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ പറയേണ്ട ഒരു വിഷമങ്ങൾ റസാഖ് സാർ പറഞ്ഞ മാതിരി നമ്മളങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഭാരം കുറഞ്ഞു കിട്ടും.
ആ അപ്പം ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമാകും. നമ്മളെ ജീവിതമാണല്ലോ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അതിൽ നിന്ന് കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പുതുതായി ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും. പിന്നെ ഏറ്റവും എല്ലാ മനുഷ്യനാക്കുന്നതുകൊണ്ട് ബാഡ് എക്സ്പീരിയൻസിൽ കൂടി കിട്ടുന്ന ആ ഇതാണ്. അപ്പം ഞാൻ പണ്ട് എപ്പോഴും പറയാറുണ്ട്, ഈ ഇരുമ്പ് ഒന്ന് നല്ലോണം ചൂടായി നല്ല വളരെ സോഫ്റ്റായി വന്നതിന്റെ ശേഷമാണ് അത് ഹാർഡാകുക. അതുപോലെയാണ് നമ്മളെ പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് വരുമ്പോൾ പിന്നെ വരുന്ന പ്രശ്നം നമുക്കൊരു പ്രശ്നമേ ആവില്ല. അത് ഒരു നിസ്സാര കാര്യമായിട്ട് പോകും. ഞാനും ചെറുപ്പത്തിൽ വളരെയധികം വിഷമങ്ങൾ സഹിച്ച, സാമ്പത്തികമായിട്ടും ബാക്കി മാനസികമായിട്ടൊക്കെ. അതൊക്കെയാണ് എന്നെ ഇന്നത്തെ ഞാനാക്കിയത്. അപ്പൊ അതുകൊണ്ട് അഖില മാമിന് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. ആ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് യൂണിവേഴ്സ് എല്ലാവർക്കും ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് അങ്ങനെ പോവുക. എനിവേ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യം തുറന്ന് പറയായിരുന്നു. ഇനിയും ചാൻസ് ഉണ്ട്. ബി മാജിക് ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോ എപ്പോഴും ഞങ്ങൾക്ക് പറയാം, ചാൻസുകൾ ഇനിയും ധാരാളം വരും. അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. എനിവേ ഗുഡ് ക്ലാസ്. താങ്ക് യു. ഞാനങ്ങനെ ഈ വിഷമങ്ങൾ അങ്ങനെ എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നും അങ്ങനെ മറച്ചു വെക്കാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ അത് എങ്ങനെ അത് ചുരുക്കി പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഐഡിയയിൽ എത്തിയില്ല. അതുകൊണ്ട് പറയാത്താണ്. പിന്നെ ഇത് കണ്ടിട്ട് ഉപദേശം കൊടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറയും ആര് കല്യാണം കഴിക്കരുത്. ഇല്ല, ക്ഷമിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ്. ക്ഷമിക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ലെങ്കിൽ നമ്മൾ ഇതിന് പോകണ്ട. ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കരുത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു 20 കൊല്ലം ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചാണ്. അത് ഇപ്പൊ ഈ ഒരു വർഷം ആയിട്ടുള്ളൂ ഞാൻ എന്നെ കുറിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും എനിക്ക് തോന്നിയത് ഇപ്പോഴാണ്. ആ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എല്ലാരും അങ്ങനെ അല്ല. അങ്ങനെ ആവാനും പറ്റൂല. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇതുപോലെയുള്ള മനുഷ്യരുടെ കൂടെ ജീവിച്ച് ഇത്രയും 20 കൊല്ലം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്നാലേ പറ്റുള്ളൂ. കാരണം ചേട്ടന് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു, മരിച്ചു. അപ്പൊ ആരും ഇല്ല. പുള്ളി അനാഥനാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം വർഷങ്ങളിലൂടെ സംഭവിച്ചാണ്. ഒരുമിച്ച് അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ അങ്ങനെയല്ല. ഒരു 10 കൊല്ലത്തിനിടയ്ക്കാണ് ഇവര് 3 പേരും നഷ്ടപ്പെടുന്നത്. അപ്പം എനിക്ക് ഈ കാണിക്കുന്ന ഒരു അതിക്രമം കൊണ്ട് എനിക്ക് കളഞ്ഞിട്ട് പോകാനും പറ്റൂല, എന്നാൽ കൂടെ താമസിക്കാനും പറ്റൂല. കളഞ്ഞിട്ട് പോയാൽ പുള്ളിക്ക് ആരും ഇല്ലാത്തത് ഒരു ഈ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ആളാണ്. മദ്യപിക്കുന്ന ആൾക്കാർ പലതും അവരെ മൈൻഡ് പല രീതിക്കാണല്ലോ. അപ്പം ഇട്ടിട്ട് പോയി എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ എനിക്കൊരു കുറ്റബോധമായിട്ട് ഉള്ള കാലം കിടക്കൂലേ. അപ്പൊ എനിക്ക് കളഞ്ഞിട്ട് പോകാനും പറ്റൂല, കൂടെ താമസിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. വെച്ചാൽ വെട്ടുകത്തിയൊക്കെ ആയിട്ട് നിൽക്കും. രാത്രി നമ്മൾ മുറി അടച്ചിരുന്ന കഥ വെട്ടിപ്പൊളിക്കും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മള് ലൈറ്റ് ഇട്ട് അല്ലാതെ നമ്മൾ ഇപ്പോഴും ഞാൻ ലൈറ്റ് ഇട്ടാണ് ഉറങ്ങുന്നത്. അന്നത്തെ ആ ഒരു ഓർമ്മയില് ആ ഒരു ശീലമായി നമുക്ക്. ലൈറ്റ് ആണെങ്കിൽ മിക്കപ്പോഴും 3-4 മണിയൊക്കെ ആവും നമ്മൾ ഉറങ്ങുമ്പോൾ. രാത്രി ഫുള്ള് ബഹളം വെക്കും. ഈ കഴിച്ചു തുടങ്ങിയ പുള്ളിക്ക് നിർത്താൻ അറിയില്ല. ആഹാരം കഴിക്കില്ല, വേറെ വെള്ളമൊന്നും കുടിക്കില്ല, ഈ മദ്യം മാത്രം കഴിച്ചോണ്ടിരിക്കും. അപ്പം അത്രയ്ക്കും വയലന്റ് ആയിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പൊ കാണിച്ചിട്ടുള്ളതൊക്കെ ഭയങ്കര 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 ക്രൂരതകളൊക്കെയാണ്. പക്ഷെ നോർമലായിട്ടിരിക്കുമ്പം ഈ ആള് ആണോ എന്ന് നമുക്ക് ഭയങ്കര സംശയം തോന്നും. വേറെ ആർക്കും പുള്ളിയെ കുറിച്ച് ഒരു പരാതിയില്ല, ഒരു രീതിയിലും. ഇപ്പൊ പൈസകളാണെങ്കിൽ ആർക്കും 5 പൈസ കൊടുക്കാനില്ല. ഒരിടത്തും കടം വാങ്ങിക്കാറില്ല, കടം അങ്ങനെ വച്ചിട്ടുമില്ല. എന്തെങ്കിലും എമർജൻസിക്ക് വല്ലതും അങ്ങനെ ആയാലും പിറ്റേന്ന് തന്നെ അത് തീർക്കും. അങ്ങനെ ഒരാളാണ്. അപ്പൊ നമുക്ക് ആലോചിച്ച ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതും, ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചീത്തയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇത്ര നാളങ്ങനെ പോയി എന്നുള്ളതാണ്. താങ്ക് യു സർ. അതിന് അഖില കുറെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ശശി സാറോട് ചോദിച്ചാൽ മതി. കുറെ ടെക്നിക്കുകളൊക്കെ ഉണ്ടല്ലോ ബഷീർ സാറേ. നമ്മള് കുറെയൊക്കെ അനുയോജ്യമാണ്. അതായത് ശാന്തി ബെച്ച് മെത്തേഡ്, അതുപോലെ തന്നെ കുറെ സംഭവങ്ങൾ ഇതിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ ചെയ്യുന്നതിന് എന്താ ചില കാര്യങ്ങളുണ്ടാവും. ഒരു നല്ല കാര്യം, ആ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തു പറയാം. പിന്നെ നിർദ്ദേശങ്ങളൊക്കെ ഒഴിവാക്കുക, ഉപദേശിക്കരുത്.
അതുപോലെ തന്നെ കുറ്റം പറയരുത്. അവർ ചെയ്യുന്ന കാര്യം നല്ലത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയാം, ആ അത് ഉഷാറായിട്ടുണ്ട്, ഇത് ഉഷാറായിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ടോപ്പാണ്, സൂപ്പറാണ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ 2 ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു തെറ്റ് മാത്രം പറയാം, എന്നിട്ട് വേറെ 2 ഗുണങ്ങളൂടിയും പറയാം. അത് ചെയ്ത് ശരിയാണ്, ഇത് ചെയ്ത് ശരിയാണ്. പക്ഷെ ഈ ഒരു കുടിക്കണ സമയത്ത് മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും മറ്റു പലരേക്കാളും നിങ്ങൾ ഉഷാറാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ മെല്ലെ 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 നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമ്മൾ വിചാരിച്ചാല്. പൊതുവെ സാധാരണഗതിയിൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് സമ്പാദിക്കാൻ, പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, ജോലി ചെയ്യുന്നത് സമ്പാദിക്കാനാണ്, സമ്പാദിക്കുന്നത് കുടുംബം പോറ്റാനാണ്. കുടുംബത്തിൽ ശരിക്കും അടിയാണ് നടക്കുന്നത്. അപ്പൊ ശരിക്കും തല്ലാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ തെറ്റില്ല, ഇല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ അടിയാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ തെറ്റില്ല. നമ്മളിപ്പോ കളരിയിലൊക്കെ പറയുന്നത് നമ്മളെ അടി പിടിക്കുമ്പോ ആളുകൾ വിചാരിക്കും ഇതുവരെയൊക്കെ മനുഷ്യരെ ആക്രമിക്കാൻ വേണ്ടി അടിക്കുകയാണ്. അല്ല, അത് സെൽഫ് ഡിഫൻസ് ആണ്. പക്ഷെ അടി ശരിക്കും പഠിക്കുന്നത് നിങ്ങളാണ്, കാരണം കുടുംബത്തിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു രീതിയിൽ പ്രസന്റ് ചെയ്തു. അഖിലമ്മ നല്ല ടോപ്പായിട്ട് തന്നെ വർക്ക് ചെയ്തോളൂ, ഒരു പേടിയും എടുക്കണം, ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു പറഞ്ഞ നല്ലൊരു ട്രെയിനർ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ബഷീർ സാർ പറഞ്ഞതുപോലെ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് അല്ലേ? എന്തായാലും താങ്ക് യു. അല്ല, ഞാൻ അങ്ങനെ പുള്ളിയെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. എന്ന് വെച്ചാൽ നോർമലായിട്ട് കഴിക്കാത്ത സമയത്ത് ഇത്ര നല്ലൊരാളിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. നോർമലായിരിക്കുമ്പം നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭയങ്കര വീട്ടിലെ കാര്യങ്ങളായാലും കുട്ടികളുടെ കാര്യങ്ങളായാലും എല്ലാം നല്ല പക്കയായിട്ട് നോക്കും. പക്ഷെ കഴിക്കുന്ന സമയം പിന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വളർത്താത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പുള്ളിക്കൊരു പേടിയാണ്. അപ്പൊ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്യുമ്പം ഒരു മടുപ്പ് തോന്നും. ഇല്ലെങ്കിൽ നിസ്സാരം എന്തെങ്കിലും. പിന്നെ മനക്കെട്ടി ഭയങ്കര കുറവാണ്. അപ്പം ജസ്റ്റ് നമ്മള് കുട്ടിക്ക് ഒരു പനി വന്നു, അത് മതി, അതാണ് ഒരു റീസൺ. മദ്യപിച്ച് തുടങ്ങാനുള്ള റീസൺ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം ചെറിയ എന്തെങ്കിലും കാര്യം, ഇല്ലെങ്കിൽ ഇപ്പൊ ഫോൺ വിളിച്ച് ഒരു അത്യാവശ്യത്തിന് ഒരാളിനെ ഫോൺ വിളിച്ച് പുള്ളിക്കാരൻ ഫോൺ എടുത്തില്ല, അതാണ് റീസൺ. ഇത്രയും ചെറിയ റീസണ് വേണ്ടിയിട്ടൊക്കെ ഇത് കഴിക്കും എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പല രീതിയിലും പറഞ്ഞു നോക്കിയിട്ടും മാറ്റം നമ്മളും കൂടി വിചാരിക്കണമല്ലോ. ഞാൻ മാറണം എന്ന് ഞാനും കൂടി വിചാരിക്കണം. നമുക്കിപ്പോ മരുന്ന് കൊണ്ടോ കൗൺസിലിംഗ് കൊടുത്തോ ഒക്കെ ശരിയാക്കാൻ പറ്റും. പക്ഷെ അതിലോട്ട് ഡീഅഡിക്ഷൻ സെന്ററിൽ നിന്ന് 30 ദിവസം കിടന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളി ഡോക്ടറെ അടുത്ത് ചോദിക്കുവാണ്, ഞാൻ ഇനിയും കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഇതെല്ലാമാണ് ഈ 30 ദിവസം അവരോട് പറഞ്ഞത്. അപ്പോഴ് ഡോക്ടർ പറഞ്ഞു, ഇവനടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ കാല് തല്ലി ഒടിച്ചിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയി ഇവന് ഫുഡ് കൊടുത്താൽ മതി, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഇത് നല്ല ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളാണ് ഇവര് 30 ദിവസം കൊണ്ട് അവിടെ കൊടുത്തത്. എന്നിട്ട് ലാസ്റ്റ് ദിവസം ഡോക്ടറെ അടുത്ത് തന്നെ പുള്ളി ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. അപ്പം അവർക്കും അത് എന്നുവെച്ചാൽ അവനവന് ഒരു താല്പര്യം ഇല്ലാതെ നമുക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനവനും കൂടെ തോന്നണ്ടേ. പക്ഷെ ആ ഒരു തോന്നല് ഉണ്ടായില്ല. പക്ഷെ എന്നുവെച്ചാൽ കുഞ്ഞുനാളിലെ എല്ലാ കാര്യങ്ങളും പാരന്റ്സ് ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞപ്പം ഞാൻ ചെന്നതിന് ശേഷം പുള്ളിയൊക്കെ ഞങ്ങൾ 10 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പുള്ളിക്ക് അമ്മ കൊടുക്കുന്നത് പോലെ എന്നുവെച്ചാൽ ഒരു അമ്മയെ പോലെ ഞാൻ കെയർ ചെയ്യുമായിരുന്നു. എന്റെ മക്കളെ നോക്കിയതിനെക്കാട്ടിയും കൂടുതൽ കെയറിൽ ഞാൻ ഹസ്ബൻഡിനെ നോക്കിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് അവിടെയും ഭയങ്കര സേഫ് സോൺ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഇപ്പം പുള്ളി ചെയ്തില്ല എന്ന് വിചാരിച്ചപ്പം കഴിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കില്ല, നമ്മളൊന്നും പെൻഡിങ് വയ്ക്കാറില്ലല്ലോ. നമ്മള് എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നമ്മളത് ചെയ്തിരിക്കും. കാശ് പുള്ളിക്ക് കൊടുത്ത് 3 മുറി കടയും 2 നല്ല വീടും ഉണ്ട്. അപ്പൊ അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ നെടുമങ്ങാട് താമസിക്കുന്നത്. അപ്പൊ ആ വരുമാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോയില്ല എങ്കിലും പോകുന്നത് വലിയ പതിവില്ല. വല്ലപ്പോഴും സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ പോകും എന്നുള്ളത്. അപ്പൊ അത് പുള്ളിക്ക് തോന്നണം, അല്ലാതെ പോകത്തില്ല. അവിടെ കടയുണ്ടായിരുന്നു, അത് നടത്താതെയാണ് അത് നടത്താതെ നഷ്ടത്തിൽ വരും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അമ്മയുള്ള കാലം വരെ നടത്തിയായിരുന്നു, അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഈ കാശ് അത്യാവശ്യം നമുക്ക് വന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയല്ലേ മാനേജ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പുള്ളിക്കൊന്നും ഇതിനെ കുറിച്ച് അറിയണ്ട. അപ്പം ബോധത്തോടെ ഇരിക്കുമ്പോൾ ചോദിക്കും, എന്റെ അടുത്ത് പറയും, നീയും എന്നെ പോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താവുമായിരുന്നല്ലേ. അപ്പൊ പുള്ളിക്ക് അറിയാം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുള്ളിക്ക് അറിയാം. അപ്പൊ അത് മനസ്സിലാക്കി പെരുമാറാൻ അവനും വിചാരിച്ചു. ഇനി മെന്റലി ഭയങ്കര വീക്ക് ആയിരുന്നത് കൊണ്ടാണോ അതിൽ നിന്ന് റിക്കവർ ആവാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പല രീതിയിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സംഭവത്തിൽ മാത്രം അതിൽ നിന്ന് കയറി വരാൻ പുള്ളിക്ക് അറിഞ്ഞൂടാവും. കഴിച്ചു തുടങ്ങി ഇന്ന് നിർത്താന്ന് വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല. തൊട്ട് കഴിഞ്ഞാല് പിന്നെ ഒരു 10-15 ദിവസം അതിലായിരിക്കും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ശരി.
പക്ഷെ അഖില ഇപ്പൊ തുടങ്ങിയ സംരംഭം ഉണ്ടല്ലോ, അത് എല്ലാ പ്രശ്നങ്ങളും തീർക്കും. ഇതുവരെ ഉള്ള മാതിരി ലൈഫായിരിക്കില്ല ഇനി അങ്ങോട്ടേക്ക് അഖില. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. ചാരിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഏതെല്ലാം ഭാഗത്തുനിന്ന യൂണിവേഴ്സിന്റെ ഹെൽപ്പ് കിട്ടുക നമുക്ക് പറയാൻ പറ്റും. ശരിയാണ് സാർ. തുടങ്ങിയതിന് ശേഷം തന്നെ ഒത്തിരി പേര് അതില് എന്നുവെച്ചാൽ ഇങ്ങനൊരു സംഭവം തുടങ്ങണമെന്ന് പലരുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ എന്തോ ഒരു വാശിപ്പുറത്ത് ചെയ്തതാണെങ്കിലും അത് നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്, നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ലൈബ്രറി 26-ന് ഓപ്പൺ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണോ? ജനുവരി 9-ന് ബുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒക്കെ നോക്കിയിട്ട് അന്ന് ജനുവരി 26-ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം അപ്പോഴത്തേക്ക് സെറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ബുക്ക് പിന്നെ അത് രജിസ്റ്റർ എല്ലാം ആക്കി റെഡിയാക്കി ഒക്കെ എടുക്കണമല്ലോ. അപ്പോഴത്തേക്കും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം അത് റെഡിയാക്കിയിട്ട് എന്തായാലും ഓപ്പൺ ചെയ്യണം അന്ന്. നമ്മൾ വിചാരിക്കാൻ പെട്ടെന്ന് തൊട്ടാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ പെൻഡിങ് ആയിപ്പോ. വിചാരിച്ചപ്പം ചെയ്യണം, അങ്ങനെ ഒരു ഇതാണ്. എല്ലാം നടക്കും. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ, റസാഖ് സർ, അഖില മാം. എനിക്കൊരു ഗ്യാപ്പ് തരാതെ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരുമിച്ച് താങ്ക്സ് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ? മണി സാർ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാം. മാജിക് മോർണിംഗ് അഖിലമ്മ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി തന്നെയാണ്. അതിന്റെ പറഞ്ഞ കാര്യങ്ങൾ റസാഖ് സാർ പറഞ്ഞതും ബഷീർ സാർ പറഞ്ഞതും ഒക്കെ തന്നെയാണ്. അനുഭവം തന്നെയാണ് വലിയ ഗുരു. അതുപോലെ തന്നെ പറയാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വളരെ തികഞ്ഞ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ. എന്ത് കാര്യം നടത്താനുള്ള ഒരു കെൽപ്പ് അതുണ്ട്. അപ്പോൾ ആദ്യം ഇത്തരം അനുഭവങ്ങൾ കൂടെ ഞാൻ സൂസൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യില്ല, അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുക, അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. അപ്പം സംഭവങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പതറാതെ പിടിച്ചു നിന്നു അത്രയും കാലം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പിടിച്ചു നിന്നുള്ള. പിന്നെ അതുപോലെ തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഡിക്ഷൻ സെന്ററിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പോയതും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ, ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനോഭാവം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ചാരിറ്റബിൾ സൊസൈറ്റി തുറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ബഷീർ സാർ പറഞ്ഞ മാതിരി തന്നെ അത് നിങ്ങളെ രക്ഷപ്പെടുത്തും തന്നെ പറയാം. അതുപോലെ ലൈബ്രറിന്റെ കാര്യമായാലും ശരി, പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് ഒരു ഉപകാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുക എന്നുള്ളതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഉണ്ട്, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. വിമാജിക്കിന്റെ കൂടെ എപ്പോഴും നിങ്ങൾക്ക് നല്ല അഡ്വൈസ് നമ്മളെ ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതാണ്. നമ്മളെ സൈഫ് സാറും സാറും ഷീർ സാറും ഒക്കെ ഉണ്ടല്ലോ. അപ്പം നല്ലൊരു പ്രസന്റേഷൻ തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്യാൻ താല്പര്യമായിരുന്നു. പക്ഷെ എന്റെ ജീവിതം മുഴുവൻ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. ആ ആഗ്രഹം ഇപ്പൊ ഡോക്ടറോ നഴ്സോ ഒന്നും ആയില്ല എങ്കിലും ഫുൾ ടൈം ആശുപത്രിയിലായിരുന്നു ഒട്ടുമിക്ക സമയത്ത്. ഒരു വർഷത്തില് ഒരു തവണയെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കിടക്കാറുണ്ടായിരുന്നു ഈ പുള്ളിയെ കൊണ്ട്. അപ്പം ഡി അഡിക്ഷൻ സെന്റർ ആയിരുന്നു കൂടുതലെന്നുള്ളതേ ഉള്ളൂ. എല്ലാ വർഷവും ഓരോ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. അപ്പം ആ ഒരു ആഗ്രഹം ആ ഒരു രീതിയിൽ സാധിച്ചു. നമ്മൾ വിചാരിച്ച ഒരു പൊസിഷനിലല്ലെങ്കിലും ആശുപത്രി ആയിരുന്നു ഒരു മേഖല എന്ന് പറയുന്നത്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം അഖില മാം പെട്ടെന്ന് സ്റ്റോറി വൈൻഡപ്പ് ചെയ്തപ്പോ എന്താ ചെയ്യാ, ഇനിയിപ്പം ഫീഡ്ബാക്ക് പറയാം, എല്ലാവരും മുന്നോട്ട് വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട്സിലായിരുന്നു ഞാൻ. ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ സമയം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? പോയത് അറിഞ്ഞതേ ഇല്ല സത്യം. ഇപ്പോ 6:30 ആയി, നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമായി. പക്ഷെ ഇന്ന് നേരത്തെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. ആ ഒരു ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇനിവേ ഇതില് എന്താ പറയാ, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളവരാണെങ്കിലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ ഇനി, അല്ലെ? ഓക്കെ, അപ്പം ഇന്ന് നല്ല ഇൻസ്പയറിംഗ് സ്റ്റോറി ഷെയർ ചെയ്ത അഖില മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ.
താങ്ക് Thank യു you, thank you, താങ്ക് യു, താങ്ക് യു അഖില, താങ്ക് യു ഓൾ. താങ്ക് യു സർ.